ഈ പൂച്ച പിന്നാലെ വരികയാണ് മനുഷ്യനെ. ആ പൂച്ചനെ നാടൻ പൂച്ചനെ നമ്മൾ വളർത്തണമെന്നല്ല. അത് നേരത്തെ കയറി കൂടിയാണ് നല്ല ഭാഗം. ഓക്കെ, ഇനി മീനിൻ്റെ വെള്ളം മാറ്റാം. ഭാഗം ആദ്യം മീനുകളൊക്കെ പിടിക്കണ്ടേ, അല്ല ആദ്യം പായൽ മാറ്റണ്ടേ. നമ്മൾ ഇട്ട് വായോ, ഫോൺ പറയാം, ഞാൻ പിടിക്കാം. നമ്മൾ ഇത് നോക്കാണ്. അതാ മീൻ ചത്തുടോ, ചത്തുടോ, ചത്തു. ഇത്ര നേരം കൊണ്ട് എത്തിയപ്പോഴത്തേനും ചത്തുടോ. അവിടെ സങ്കടം കിട്ടു, നോക്ക ചത്തു. അവിടെ പ്രീത്തും കൂടി എടുക്കണില്ല, അവിടെ ചത്തു മീന്. അടോ അവിടെ മീനും ചത്തു. നോക്ക് പോയിടാ മീന്. ഭാഗ്യക്കേടാണ് കംപ്ലീറ്റും ഒക്കെ ചാവാണ്. നമുക്ക് ഇനി മാറ്റാം. ഇതിനെ പൂച്ചക്ക് തിന്നിട്ട് കൊടുക്കട്ടെ. ഇത് ഇതിൽ തന്നെ ഈ മൊയ്യ് ഇതിൽ തന്നെ കിടക്കട്ടെ. ജീവൻ വെക്കട്ടെ. നമുക്ക് വാക്കുള്ളതിനെ പിടിക്കാം. നല്ല സങ്കടം കേട്ടോ. ഓക്കെ, ഇന്നലെയും കൊടുന്നതും ചത്തടോ, ഇന്നലെ കൊടുന്നതും ചത്തു, ഇന്ന് കൊടുന്നതും ചത്തു. നമുക്ക് എന്താ അറിയില്ല, ഒരു ഭാഗ്യക്കേടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മീനെ തരാൻ പെറ്റാങ്ങി തരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് മീനൊക്കെ വളർത്തുന്നത്. അതോടെ ഞാൻ പറയണേ. ഞങ്ങൾ പായലിലൊക്കെ അല്ലേ ഇതൊക്കെ വെച്ചിക്കണേ. അവിടെ ഒന്നല്ല മൊയ്യ് ചത്തൊക്കെ സങ്കടമായിടോ, നല്ല സങ്കടമോ. നമുക്ക് അടുത്തതിനെ മാറ്റാം. കോഴിക്കറുപ്പിനെ ഗോൾഡ് ഫിഷിനെ മെല്ലെ പിടിക്കുക. അല്ല ഇപ്പം നല്ല സീനാണ് കേട്ടോ. അങ്ങനെ ഗോൾഡ് ഫിഷിനെ എടുത്തു. ഗോൾഡ് ഫിഷിനെ മെല്ലെ അറുത്ത് വെച്ചു. ഗോൾഡ് ഫിഷ് സീനാണ്. നല്ല ഇഷ്ടപ്പെട്ടു ഗോൾഡ് ഫിഷിനെ. അടുത്ത ഞങ്ങൾക്ക് 2 എണ്ണുള്ളൂ. നമ്മൾ റെഡ് ഗോൾഡ് ഫിഷും കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. റെഡിനെ എടുക്കാം. ഏറ്റവും ടാസ്ക് ഏതിനെ പിടിക്കാൻ നിങ്ങൾ തന്നെ കമൻ്റ് ഇടുന്നുണ്ട്. അത് ഞാൻ പതിയെ പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. അതുള്ള ജാവാത്തൊരു മൊയ്യാണിത്. ടാങ്കിലുണ്ട് 3 എണ്ണം. പിന്നെ നിഹാൽക്ക് എൻ്റെ മേമാൻ്റെ കുട്ടിക്ക് കൊടുക്കണം. അവനെ ഞാൻ പതിയെ കാണിച്ചു തരാം. ഓരോ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. മൊയ്യതാ പിന്നെ പിടിച്ചു. ഇനി നമ്മളെ കോഴിക്കാർപ്പിനെ പിടിക്കാനാണ് പണി. അരപ്പേ ഉള്ളൂല. നമ്മൾ കോഴിക്കാർപ്പ് ഈ ഒറ്റൊരു 3 മീൻ. ഇനി വെറൈറ്റി മീനുള്ളൂ എൻ്റെ ഉള്ളത്. അതിൽ മീൻ ചത്തോളൂ. കറുപ്പ് കിട്ടണ എല്ലാ മീനും ചാവുക. നല്ല പ്രശ്നം. ഈ പൂച്ച കുറഞ്ഞിട്ട് കുറേ നേരമായി പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഉച്ചനാക്ക നമ്മൾ പൂച്ചൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഉച്ചനാക്ക എൻ്റെ അനിയത്തേക്ക് പൂച്ചൻ്റെ മോൻ്റെ പൂച്ച കാട്ടുന്ന ഉണ്ടോ അതെ പൂച്ചാട്ടിന് നമ്മൾ പൂച്ച സീനാണ്. പൂച്ച നല്ല രസമൊക്കെ ഈ പൂച്ചനെ. നമുക്കിനി വെള്ളം മുക്കി പാറണ്ടേ. എൻ്റെ അനിയത്തിൻ്റെ ഓരോ പണികളാണ് ഇത് കാണുന്നത്. ഈ വെള്ളം പൂച്ച ഇനി സമ്മതിക്കൂല, വെള്ളം മാറ്റാൻ ഒന്നിനും സമ്മതിക്കൂല. ഒക്കെ ഇതാക്കുക. നിറച്ചും മണ്ണൊക്കെ ആക്കി വെച്ചിരിക്കുന്നതിൽ പെണ്ണ് ഇവിടെ കഴിക്കുമ്പല്ലേ ആട്ടി പറഞ്ഞേക്കും. നമുക്ക് എടുക്കുക, ഈ ഭാഗത്തേക്ക് പോവുക. നമ്മൾ ഒരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നാലല്ലേ ഒരു ഷെഡ് ഉണ്ടാക്കാൻ പോയതാ. ഷെഡ് ഉണ്ടാക്കാൻ നോക്കിയാ, പക്ഷേ ഷെഡ് ഫുട്ബോൾ ഓക്കെ ഷെഡ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഇങ്ങനായി. ഒന്നും റെഡി ആയില്ല, ഒക്കെ കംപ്ലീറ്റാണ് പൊട്ടി തകർന്നു. കിണറ്റ് വെക്കട്ടെ. പക്ഷേ ഫോണിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണില്ല. നമ്മളിൻ്റെ പുതിയൊരു ഫോൺ വാങ്ങും. അതിൽ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ. അതിലും ഇതിലും ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇടും. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാണ്ട. അത് നല്ലൊരു പേര്.
എൻ്റെ ഫോൺ കംപ്ലീറ്റും കേടാണ്. നല്ലൊരു ഇതുണ്ട് കേടാ. വർഷങ്ങളുള്ള ഇത് മീനാളുണ്ട് ഫോണ് ഇതായിട്ട് നമുക്ക് മീൻ കോപ്പയത്തെ വെള്ളം മാറ്റാം. കോപ്പയത്തെ മണ്ണൊക്കെ കളഞ്ഞിട്ട് വെള്ളം നനക്കാം. അത് വെള്ളമൊക്കെ കംപ്ലീറ്റ് നനക്കാൻ ചെയ്യണം. കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ കളയണം. അമ്മേ മേല് നനയുന്ന അപ്പുറത്ത് പിന്നല്ലേ ഈ മീനുകളെ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെടികൾ കൊഴിച്ചെടുക്കണല്ലേ നല്ലതാണ് കേട്ടോ. അതൊക്കെ മീനുകളെ ഈ വെള്ളം ഉണ്ടാവില്ലേ, വേസ്റ്റായിട്ടുള്ള വെള്ളം, അതൊക്കെ ചെടികൾ കൊഴിച്ചെടുക്കണത് നല്ലതാണ്. ഈ പൂച്ച പെരുടെ ഉള്ളിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഞാൻ ആക്കുന്നുണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഇല്ലേ കളയാൻ പോവാണെങ്കിൽ വെള്ളം ഞാനീ തെങ്ങൊന്ന് വെച്ചെടുക്കും. എല്ലാ വട്ടം തെങ്ങുകൾക്കാണ് വെച്ചേക്കുക. എൻ്റെ കൂട്ടുകാരനെ പൂച്ചല്ലേ ഒരു സൗകര്യം തരൂല. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം മാറ്റുമ്പോഴൊന്നും അപ്പോഴെങ്കിലും ഒന്ന് സൗകര്യം തരും വിചാരിച്ചാൽ ആണ്. നമ്മളിന് ഇങ്ങനത്തെ കളറിലോ വെള്ളം നമുക്ക് കണ്ട എന്താ പറഞ്ഞ കാടിനൊക്കെ പേടിയാണ്.